നമസ്കാരം, എല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ അവസാനത്തെ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷമായിട്ടുള്ള സ്വഭാവങ്ങളെക്കുറിച്ചായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മാത്രം ലഭ്യമായിട്ടുള്ള ഏകദേശം 17ഓളം ഇതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. സവിശേഷ സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. നമ്മൾ ഇനി ഒരു പുതിയ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിളിനെ കുറിച്ചാണ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ പ്രിയാമ്പിളിനെ കുറിച്ചാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യൻ ഭരണഘടന രൂപീകരിച്ചപ്പോൾ ആമുഖം എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കൊരു ആമുഖം വേണമെന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? നമ്മൾ അത് കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്ക അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ നിന്നാണ്. ലോകത്ത് തന്നെ ആദ്യമായി ഒരു ഭരണഘടനയിൽ ആമുഖം ഉൾപ്പെടുത്തുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. അവിടെ നിന്നാണ് നമ്മൾ എന്ത് സ്വീകരിക്കുന്നത്? ആമുഖം എന്ന് പറയുന്ന ആശയം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആമുഖം എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ആമുഖം എന്ന് പറയുന്ന ആശയം നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ നിന്നാണ്. എന്താണ്? യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിൽ നിന്നാണ്. ഇനി എന്താണ് ഒരു ആമുഖം എന്ന് പറയുന്നത്? എന്താണ് ഒരു ആമുഖം എന്ന് പറയുന്നത്? അതായത് ആമുഖം എന്ന് പറയുന്നത് ഈ പറയുന്ന ഭരണഘടനയുടെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ഒരു ഒരു ഡോക്യുമെന്റ് ആണ്. എന്താണ്? ഭരണഘടനയുടെ ഭാഗമാണ്. എന്നാൽ എന്താണ്? ഭരണഘടനയുടെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ഒരു ആധികാരിക രേഖയാണ് ആമുഖം എന്ന് പറയുന്നത്. എന്താണ്? ഭരണഘടനയുടെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ആധികാരിക രേഖയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആമുഖം എന്ന് പറയുന്നത്. ആമുഖം എന്ന് പറയുന്നത് ഈ ആമുഖത്തിന്റെ മറ്റൊരു പേരാണ് നമ്മൾ പ്രിഫേസ്, മുഖവുര എന്നെല്ലാം പറയും. എന്താണ്? മുഖവുര അല്ലെങ്കിൽ പ്രിഫേസ് എന്നൊക്കെ പറയും. എന്തിന്? ആമുഖത്തെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അതായത് അന്തസത്ത ഉൾക്കൊള്ളുന്ന ആധികാരിക രേഖ എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെയായിരിക്കണം നമ്മളുടെ ഭരണഘടന രൂപീകരിക്കപ്പെടേണ്ടത്, അതിലെ ആശയങ്ങൾ എന്തെല്ലാം ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്, എങ്ങനെയുള്ള ഒരു ഭരണഘടനയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആമുഖം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ആ ഭരണഘടനയുടെ മൊത്തം അന്തസ്സത്തെയും എന്തിൽ ഉൾക്കൊള്ളുന്നു? ആമുഖത്തിൽ ഉൾക്കൊള്ളുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള അല്ലെങ്കിൽ ചുരുക്കിയ രൂപത്തെയാണ്, ഭരണഘടനയുടെ ഒരു ചുരുക്കിയ രൂപത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആമുഖം എന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആദ്യമായിട്ട് അവകാശപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യമായി അവകാശപ്പെട്ട വ്യക്തിയാണ് BN റാവു. ആരാണ്? BN റാവു. എന്താണ്? ആമുഖം, ഇന്ത്യൻ ഭരണഘടനയ്ക്കൊരു ആമുഖം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട വ്യക്തിയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? BN റാവു എന്ന് പറയുന്നത്. ഇന്ത്യക്കൊരു ആമുഖം, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട വ്യക്തിയാണ് ആരാ? BN റാവു എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന് പറയപ്പെടുന്നത് എന്താണ്? ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോ ഇന്ത്യക്ക് ഒരു ആമുഖം, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് BN റാവു ആണ്. എന്നാൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആരെയാണ്? അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിനെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ആമുഖത്തിന്റെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത്? അതിന് കാരണം
ഇന്ത്യൻ ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുകയും ആ നിയമനിർമ്മാണ സഭയിൽ എന്താണ് 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചു. എന്താണ് 1946 ഡിസംബർ 13 എന്താണ് ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു? ഒരു ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എവിടെ അവതരിപ്പിച്ചു? ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചു. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് എന്തായി മാറുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിളായി മാറുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ എന്തെന്ന് വിളിക്കുന്നത്? ഇന്ത്യൻ ആമുഖത്തിന്റെ ശില്പി എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു നിയമനിർമ്മാണ സഭയിൽ എന്ത് അവതരിപ്പിച്ചു? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ആരവതരിപ്പിച്ചു? നെഹ്റു അവതരിപ്പിച്ചു. ലക്ഷ്യപ്രമേയം അഥവാ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയും. ഇത് ജവഹർലാൽ നെഹ്റു എവിടെ അവതരിപ്പിച്ചു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ അവതരിപ്പിച്ചു. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ചു. ഈ ലക്ഷ്യപ്രമേയമാണ് എന്തായി മാറുന്നത്? പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ എന്തെന്ന് വിളിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന് വിളിക്കുന്നത്. മാത്രമല്ല ചിലപ്പോൾ ചോദിക്കും, PSC ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, നിങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് ചിലപ്പോൾ ചോദിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ചോദ്യം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അവതരിപ്പിച്ചത് ആരാണ് എന്ന് ചോദിക്കാം. ഇങ്ങനെയെല്ലാം എന്ത് ചോദ്യം വന്നാലും അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ്? അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി, ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്, അല്ലെങ്കിൽ ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ആരാണ് എന്നെല്ലാം ചോദിച്ചാലും അതിന്റെ ഉത്തരം ആരാണ്? അതിന്റെ എല്ലാം ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞു? 1946 ഡിസംബർ 13 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അന്ന് തന്നെ പാസ്സാക്കിയോ? ഇല്ല. പിന്നീടാണ്, കുറച്ചു കാലം കഴിഞ്ഞാണ് ഇതിന്റെ മുകളിൽ ചർച്ചകളെല്ലാം നടന്നു. ആ ചർച്ചകൾക്കെല്ലാം ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ എന്തുവാ ചെയ്യുന്നത്? പാസ്സാക്കുന്നത്. എന്നാണ് പാസ്സാക്കുന്നത്? അത് പാസ്സാക്കുന്നത് 1947 ജനുവരി 22 എന്താണ് 1947 ജനുവരി 22 എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ലക്ഷ്യപ്രമേയം എന്ന് പറയുന്നത് ആര് പാസ്സാക്കുന്നത്? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ത് ചെയ്യുന്നത്? നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ത് ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. അപ്പൊ എന്താണ് ആമുഖം എന്ന് പറയുന്ന ആശയം? നമ്മൾ കടമെടുത്തിരിക്കുന്ന അമേരിക്കയിൽ നിന്നാണ്. ആമുഖം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട ഇന്ത്യക്കാരനാണ് BN റാവു. ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. എന്തുകൊണ്ടാണ്? 1946 ഡിസംബർ 13 അദ്ദേഹം എന്ത് ചെയ്തു? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ആ ലക്ഷ്യപ്രമേയം 1947 ജനുവരി 22 എന്ത് ചെയ്തു? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പാസ്സാക്കി. അങ്ങനെ എന്ത് ചെയ്തു? ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം ഇന്ത്യൻ ഭരണഘടന എങ്ങനെയായിരിക്കണം എന്നുള്ള, എങ്ങനെയാണ് രൂപീകരിക്കേണ്ടത്, എന്തെല്ലാമാണ് അതിന്റെ അന്തസത്ത എന്നുള്ളത് എന്താണ് ഈ ലക്ഷ്യപ്രമേയത്തിൽ ഉണ്ടായിരുന്നു. ഇത് അംഗീകരിക്കപ്പെട്ടു. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായി മാറുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ഭരണഘടനയുടെ ഒരു ആമുഖത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്, എങ്ങനെയാണ് ആമുഖം രൂപീകരിക്കപ്പെട്ടത്, ആരാണ് ഇത് ശില്പി എന്നുള്ളത്. അപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് എന്താണ് ചില വിശേഷണങ്ങൾ നൽകുകയുടെ ആ കാലഘട്ടത്ത് ഉണ്ടായിരുന്ന നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളും എല്ലാം എന്ത് ചെയ്തു? ഇന്ത്യയുടെ ആമുഖത്തിന് ചില വിശേഷണങ്ങൾ നൽകി. ആ വിശേഷണങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ വിശേഷണം എന്ന് പറയുന്നത്, അതായത് ആമുഖം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകമാണ്, പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് ആണ് എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. എന്താണ്?
ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? KM മുൻഷിയാണ്. പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ്, ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് KM മുൻഷിയാണ്. രണ്ടാമത്തെ നോക്കുക, ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്നതാണ് ഐഡന്റിറ്റി കാർഡ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. തിരിച്ചറിയൽ കാർഡ്, ഐഡന്റിറ്റി കാർഡ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് NA പൽക്കിവാലയാണ്. NA പൽക്കിവാല. രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. ഇനി മൂന്നാമത്തെ വിശേഷണം നോക്കുക, ഭരണഘടനയുടെ ആത്മാവ്, സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് M ഹിദായത്തുള്ളയാണ്. ആരാണ്? M ഹിദായത്തുള്ള എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. M ഹിദായത്തുള്ള. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ആമുഖത്തെ വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ളയാണ്. അടുത്ത നോക്കുക, ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ് വിശേഷിപ്പിച്ചത്. ഹൃദയവും ആത്മാവും, ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് താക്കൂർദാസ് ഭാർഗവാണ്. എന്താണ്? ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് താക്കൂർദാസ് ഭാർഗവാണ്. അപ്പോ ആത്മാവ് എന്ന് മാത്രം വിശേഷിപ്പിച്ചത് ആരാണ്? അതായത് സോൾ എന്ന് മാത്രം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് M ഹിദായത്തുള്ളയാണ്. എന്നാൽ ദ ഹാർട്ട് ആൻഡ് ദ സോൾ, അതായത് ഹൃദയവും ആത്മാവും എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് താക്കൂർദാസ് ഭാർഗവാണ്. ഇനി നോക്കുക അടുത്ത പോയിന്റ്, ഭരണഘടനയുടെ ആത്മാവും താക്കോലും, ദ കീ ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റുവാണ്. നോക്കുക, എന്തെല്ലാമാണ് നെഹ്റു വിശേഷിപ്പിക്കുന്നത്? ആത്മാവ് അഥവാ ദ സോൾ, താക്കോല് അഥവാ കീ എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് ജവഹർലാൽ നെഹ്റുവാണ്. ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റു എന്താണ് വിശേഷിപ്പിക്കുന്നത്? ദ സോൾ ആൻഡ് ദ കീ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആമുഖത്തെ വിശേഷിപ്പിക്കുന്ന ആരാണ്? അത് ജവഹർലാൽ നെഹ്റുവാണ്. ഇനി നോക്കുക, ഭരണഘടനയുടെ കീനോട്ട് അഥവാ താക്കോൽ എന്ന് വിശേഷിപ്പിക്കുന്ന ആരാണ്? ഭരണഘടനയുടെ കീനോട്ട് അല്ലെങ്കിൽ താക്കോൽ എന്ന് ആമുഖത്ത് വിശേഷിപ്പിക്കുന്ന ആരാണ്? അത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഏണസ്റ്റ് ബാർക്കർ ആണ്. നെഹ്റു എന്തെല്ലാം വിശേഷിപ്പിക്കുന്നത്? നെഹ്റു വിശേഷിപ്പിക്കുന്നത് ആത്മാവും താക്കോലും, ദ സോൾ ആൻഡ് ദ കീ എന്നാണ്. അത് വിശേഷിപ്പിക്കുന്നത് നെഹ്റു വിശേഷിപ്പിക്കുന്നത്, ഏണസ്റ്റ് ബാർക്കർ വിശേഷിപ്പിക്കുന്നത് കീനോട്ട്, അല്ലെങ്കിൽ മലയാളത്തിൽ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയാണ്? താക്കോൽ. ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ച ആരാണ്? അത് ഏണസ്റ്റ് ബാർക്കർ ആണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇനി ഏറ്റവും അവസാനത്തെ പോയിന്റ്, അത് കുറച്ച് വലിയ പോയിന്റ് ആണ്. നോക്കുക, ഭരണഘടനയുടെ പരമാധികാരം ആവിർഭവിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നാകണമെന്ന സഭയിലെ ഓരോ അംഗങ്ങളുടെയും അഭിലാഷത്തിന്റെ പ്രതിഫലനമാണ് എന്തെന്ന് പറയുന്നത്? ആമുഖം എന്ന് പറയുന്നത് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. എന്തെന്നാണ് അംബേദ്കർ പറഞ്ഞത്? അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ പരമാധികാരം എന്ന് പറയുന്നത് എവിടെ നിന്നാകണം? അത് ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നാകണം എന്ന് ആരാഗ്രഹിച്ചിരുന്നു? അതായത് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഓരോ അംഗങ്ങളും എന്ത് ചെയ്തിരുന്നു? ആഗ്രഹിച്ചിരുന്നു. എന്തെന്ന് ആഗ്രഹിച്ചിരുന്നു? ഭരണഘടനയുടെ പരമാധികാരം എന്നുള്ളത് ജനങ്ങളിൽ നിന്നാകണമെന്ന് അവർ അതിയായി ആഗ്രഹിച്ചിരുന്നു. അവരുടെ ഈ ആഗ്രഹത്തിന്റെ പ്രതിഫലനമാണ് എന്തെന്ന് പറയുന്നത്? ആമുഖം എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ഒരിക്കൽ കൂടി നോക്കുക, രാഷ്ട്രീയ ജാതകം, പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് ആരാണ്? KM മുൻഷി. തിരിച്ചറിയൽ കാർഡ് NA പൽക്കിവാല. ആത്മാവ് അല്ലെങ്കിൽ സോൾ എന്ന് മാത്രം വിശേഷിപ്പിച്ചത് ആരാണ്? ഹിദായത്തുള്ള. ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവ്. ആത്മാവും താക്കോലും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഏണസ്റ്റ് ബാർക്കർ. അംബേദ്കറിന്റെ വിശേഷണം എന്തായിരുന്നു? അത് കുറച്ചുകൂടി വിശാലമായിട്ടുള്ളതാണ്. അതായത്
ജനങ്ങളിൽ നിന്നാകണം. അതായത് ഭരണഘടനയുടെ പരമാധികാരം എന്നുള്ളത് എന്താണ്? ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നാകണം എന്നുള്ള എന്താണ് സഭയിലെ ഓരോ അംഗങ്ങളുടെയും എന്താണ് അഭിലാഷത്തിന്റെ പ്രതിഫലനമായിരുന്നു എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറഞ്ഞത് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട എന്താണ് വിശേഷണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ പ്രധാന ഭാഗങ്ങളെ കുറിച്ചാണ്. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ പ്രധാന ഭാഗങ്ങളെ കുറിച്ചാണ് നമുക്ക് നോക്കാം. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് വെറുതെ വായിച്ചു നോക്കാം. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic, and to secure to all its citizens justice, social, economic, and political liberty of thought, expression, belief, faith, and worship, equality of status and opportunity, and to promote among them all fraternity, assuring the dignity of individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact, and give to ourselves this Constitution. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്ന് പറയുന്നത്. ഇതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ചില എന്താണ് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് ഇതിന്റെ അകത്ത്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ഇന്ത്യൻ ഭരണഘടനയുടെ പരമാധികാരത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ എന്താണ് പരമാധികാരത്തിന്റെ സോഴ്സ് അല്ലെങ്കിൽ പരമാധികാരം എവിടെ നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പരമാധികാരത്തിന്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതാണ് ഇവിടെ ആദ്യം അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ പരമാധികാരത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത് നേച്ചർ ഓഫ് ദ സ്റ്റേറ്റിനെ കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ പ്രകൃതം എങ്ങനെയാണ്? നേച്ചർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രകൃതം, ഇന്ത്യയുടെ പ്രകൃതം അഥവാ ഇന്ത്യയുടെ നേച്ചർ എന്താണ് എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? സോവറിൻ അഥവാ പരമാധികാരം, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. ഇന്ത്യ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സോവറിൻ ആണ്, അതായത് പരമാധികാരമാണ് സോവറിൻ. പിന്നെന്താണ്? സോഷ്യലിസ്റ്റ് ആണ്. പിന്നെ എങ്ങനെയാണ്? സെക്യുലർ അഥവാ മതേതരമാണ്. ഡെമോക്രാറ്റിക് അഥവാ ജനാധിപത്യം. റിപ്പബ്ലിക് ആണ്. ഇതാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രകൃതം എന്ന് പറയുന്നത്. എന്താണ്? സോവറിൻ അഥവാ പരമാധികാരം, സോഷ്യലിസം, സെക്യുലറിസം, ഡെമോക്രസി ആൻഡ് റിപ്പബ്ലിക് ആണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രകൃതം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അകത്ത് തന്നെ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ എന്താണ് ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഇന്ത്യൻ ഭരണഘടന എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യം അഥവാ എയിം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യം അഥവാ എയിം എന്ന് പറയുന്നത് എന്താണ്? നോക്കുക. ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രാറ്റർണിറ്റി അഥവാ സാഹോദര്യം എന്നെല്ലാമാണ് ജസ്റ്റിസ് അഥവാ നീതി. ലിബർട്ടി അഥവാ സ്വാതന്ത്ര്യം, ഇക്വാളിറ്റി അഥവാ സമത്വം,
എന്നാണ് ഫാറ്റർനിറ്റി അഥവാ സാഹോദര്യം. എന്താണ് ഫാറ്റർനിറ്റി അഥവാ സാഹോദര്യം എന്ന് പറയുന്നത്. അപ്പോ നമ്മളെന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ പരമാധികാരം എന്ന് പറയുന്നത് എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രകൃതം എന്ന് പറയുന്നത് എന്താണ്? പരമാധികാരം, സോഷ്യലിസം, സെക്യുലറിസം, ഡെമോക്രസി, റിപ്പബ്ലിക് എന്നിവയാണ്. ലക്ഷ്യം എന്തെല്ലാമാണ്? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫാറ്റർനിറ്റി എന്നിവയാണ്. ഇനി ഒരു ഭാഗം കൂടി ഉണ്ട്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ എന്താണ് പ്രതിപാദിക്കുന്ന അംഗീകരിച്ച ദിവസം. എന്താണ്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസം. എന്താണ്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസം എന്താണ്? 26 നവംബർ മാസം 1949. ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. എന്തെല്ലാമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം? ഒന്നെന്ന് പറയുന്നത് എന്താണ്? പരമാധികാരം. ഇന്ത്യൻ ഭരണഘടനയുടെ പരമാധികാരം ആർക്കാണ്? അത് പീപ്പിൾ ഓഫ് ഇന്ത്യക്കാണ്. ഇന്ത്യയുടെ പ്രകൃതം എങ്ങനെയുള്ളതാണ്? അത് സോവറിൻ ആണ്, സോഷ്യലിസ്റ്റ് ആണ്, സെക്യുലറിസ്റ്റ് ആണ്, ഡെമോക്രാറ്റിക് ആണ്, റിപ്പബ്ലിക് ആണ്. ഇനി ലക്ഷ്യം എന്തെല്ലാമാണ്? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാളിറ്റി, ഫാറ്റർനിറ്റി. അംഗീകരിച്ച ദിവസമാണ് എന്താ? 26 നവംബർ 1949 എന്ന് പറയുന്നത്. ഇതാണ് ആമുഖത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു ദിവസം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? അത് 26 നവംബർ 1949 ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സോവറിനിറ്റിയെ കുറിച്ചും സോഷ്യലിസത്തെ കുറിച്ചും സെക്യുലറിസത്തെ കുറിച്ചും ഇവയെല്ലാം എന്താണ് എന്നുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. അത് പഠിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരിക്കൽ കൂടി ഈ ആമുഖം എന്താണ് മലയാളത്തിൽ വായിച്ച് മനസ്സിലാക്കും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിൽ വെച്ചിരിക്കുക. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷന്റെ ഭാഗമായിക്കൊണ്ട് ഒരു 2 പോയിന്റുകൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞത്. എങ്ങനെയാണ് ആരംഭിക്കുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. എന്താണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം ദൈവനാമത്തിൽ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയാണ് ആര്? എച്ച് കമ്മത്ത് എന്ന് പറയുന്നത്. ആമുഖം എന്താണ്? ദൈവനാമത്തിൽ ആരംഭിക്കണം എന്ന് ആവശ്യപ്പെട്ട വ്യക്തിയാണ് ആരാ? എച്ച് കമ്മത്ത് എന്ന് പറയുന്നത്. ആരാണ്? എച്ച് കമ്മത്ത് എന്ന് പറയുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു രസകരമായിട്ടുള്ള ഒരു കഥ പറയാം. അതായത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഓരോ വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കും. അതിൻ്റെ മുകളിൽ ചർച്ചകളുണ്ടാവും. എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വോട്ടിനിട്ടിട്ട് എന്ത് ചെയ്യും? അത് തീരുമാനിക്കും. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ചർച്ച ചെയ്യുന്ന സമയം എച്ച് കമ്മത്ത് എഴുന്നേറ്റ് നിന്ന് ആവശ്യപ്പെടുന്നു. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്ന് പറയുന്നത് എന്ത് വേണം? ദൈവനാമത്തിൽ ആരംഭിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ അതിനെതിരായിക്കൊണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറയുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഓത്ത് അഥവാ സത്യപ്രതിജ്ഞയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അവിടെ എന്ത് പറയുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ്? ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. ഈശ്വരവിശ്വാസമില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം? ദൃഢപ്രതിജ്ഞ എടുക്കാം എന്നും പറയുന്നുണ്ട്. എന്താണ്? ഈശ്വരവിശ്വാസമുള്ള ആളുകൾക്ക് എന്താണ്? ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. അല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം? ദൃഢപ്രതിജ്ഞ എടുക്കാം എന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന ഒരു ഡോക്യുമെന്റ്, അങ്ങനെ പറയുന്ന ഒരു ഭരണഘടന എങ്ങനെയാണ് ദൈവനാമത്തിൽ ആരംഭിക്കുന്നത് എന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചോദിക്കുന്നു. അപ്പോ ഡോക്ടർ എച്ച് കമ്മത്തിന് സപ്പോർട്ടായിക്കൊണ്ട് മദൻ മോഹൻ മാളവ്യ വരുന്നു. മദൻ മോഹൻ മാളവ്യ പറയുന്നു, അതായത് നമുക്ക് അങ്ങനെയാണെങ്കിൽ ദൈവനാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ദ ഗോഡ് എന്ന് വേണ്ട, നമുക്കൊരു പ്രപഞ്ചനാഥൻ അങ്ങനെയുള്ള ഒരു വീക്ഷണം വെക്കാം എന്ന് ആര് പറയുന്നു? മദൻ മോഹൻ മാളവ്യ കമ്മത്തിന് സപ്പോർട്ടായിക്കൊണ്ട് പറയുന്നു. അപ്പോൾ പട്ടം താണുപിള്ള എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം പറയുന്നു, നിയമനിർമ്മാണ സഭയിൽ അദ്ദേഹം പറയുകയാണ്, എന്താണ്?
അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും, നിങ്ങൾ ഈശ്വരവിശ്വാസം എന്നിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അങ്ങനെ ഒരു രണ്ട് പക്ഷത്തായിട്ട് ദൈവനാമത്തിൽ ആരംഭിക്കണമെന്നും അല്ല ദൈവനാമത്തിൽ ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഒരു സവിശേഷമായിട്ടുള്ള ഒരു സാഹചര്യം നിയമനിർമ്മാണ സഭയിൽ എന്ത് ചെയ്യുന്നു, ഉടലെടുക്കുന്നു. ഈ സമയത്താണ് ഈ നിയമനിർമ്മാണ സഭയിലെ അംഗമായിട്ടുള്ള പൂർണിമ ബാനർജി പറയുന്നത്, ദയവ് ചെയ്ത അംഗങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്നും പിന്മാറണം. ഈ പറയുന്ന ഈ ചർച്ചയിൽ നിന്ന് പിന്മാറണം. അതായത് ദൈവത്തിന്റെ അസ്തിത്വം അല്ലെങ്കിൽ അത് നിങ്ങൾ ദയവ് ചെയ്ത് ഈ നിയമനിർമ്മാണ സഭയ്ക്ക് മുന്നിൽ ഒരു വോട്ടെടുപ്പിലേക്ക് കൊണ്ടുപോകരുത് എന്ന് പൂർണിമ ബാനർജി പറയുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ എന്ത് ചെയ്യുന്നു, നിർഭാഗ്യവശാൽ വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അങ്ങനെ ദൈവനാമത്തിൽ വേണം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കണമെന്ന് ഒരു പക്ഷവും, അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പക്ഷവും തമ്മിൽ വോട്ടെടുപ്പുണ്ടാകുന്നു. അങ്ങനെ വോട്ടെടുപ്പിൽ 41-നെതിരെ 61 ഭൂരിപക്ഷം നേടിക്കൊണ്ട് 42-നെതിരെ 61 ഭൂരിപക്ഷം നേടിക്കൊണ്ട് ദൈവം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഇൻ ദ നെയിം ഓഫ് ദ ഗോഡ് എന്നല്ല. ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്നത് നാം ഇന്ത്യയിലെ ജനങ്ങൾ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചരിത്രത്തിലെ വളരെ രസകരമായ ഒരു സംഗതിയാണത്. ലോകത്തിൽ തന്നെ ആദ്യമായ ഒരു രാജ്യം ദൈവത്തെ വോട്ടിനിട്ട് തോൽപ്പിച്ച രാജ്യം എന്ന് പറയുന്നത് നമ്മളുടെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആദ്യമായി എന്ത് ചെയ്തു, ദൈവത്തെ വോട്ടിനിട്ട് തോൽപ്പിക്കുകയും ഇന്ത്യൻ ഭരണഘടന വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയും ചെയ്തു. അപ്പോ ചോദ്യം ഇതാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ദൈവനാമത്തിൽ ആരംഭിക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് എച്ച് കമ്മത്ത് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? അത് നാനി പൽക്കിവാലയാണ്. ആരാണ്? നാനി പൽക്കിവാലയാണ്. അപ്പോ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എഴുതിയ വ്യക്തി ആരാണ്? അത് നാനി പൽക്കിവാലയാണ്. ആമുഖം ദൈവനാമത്തിൽ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തിയാണ് എച്ച് കമ്മത്ത് എന്ന് പറയുന്നത്. അപ്പോ ആമുഖത്തിന്റെ തുടക്കമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് എടുത്തത്. നമ്മൾ ഇന്ത്യയുടെ ആമുഖത്തെ കുറിച്ച് പറഞ്ഞു, ആമുഖത്തിന്റെ ഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി അതിന്റെ ഓരോത്തിന്റെയും വിശദീകരണം, അതായത് നമ്മൾ സോവറിനിറ്റിയെ കുറിച്ച് പറഞ്ഞു, ഇക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞു, സ്റ്റേറ്റ് നേച്ചറിനെ കുറിച്ച് പറഞ്ഞു. ഇനി അവയുടെ ഓരോ വിശദീകരണവും നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.